ഓം കോമളം കുജന്മേനും ശ്യാമളോയം കുമാരകാമേരിവേദ്യം പരമഭാസതാം പുരുതോ മമ ഭാസതാം ഹൃദിമേ സദാ. എല്ലാവരെയും അനുഗ്രഹിക്കാനായിക്കൊണ്ട് തൃക്കാക്കരപ്പൻ എത്തുകയായി. ലോകത്തിൻ്റെ നെറുകയിൽ വിചാരിക്കുന്നതായ ഒരു ചൈതന്യം, ഒറ്റ ചൈതന്യം, തലപ്പുഞ്ച മഹാദേവ ക്ഷേത്രം. അവിടെ എല്ലാ ചൈതന്യങ്ങളും അവിടെ തന്നെ നിലനിൽക്കുന്നതായ മടിയിൽ പാർവതി ദേവിയെ ഇരുത്തിക്കൊണ്ട് പരിവാര സമേതം ഇരിക്കുന്നതായ സ്വയംഭൂ മഹാദേവ ക്ഷേത്രം. സ്നേഹത്തിൻ്റെ, പ്രേമത്തിൻ്റെ ലോക അത്യധിഷ്ഠ ദശാങ്കുലം എന്ന് പറയും. 14 ലോകങ്ങളും നിറഞ്ഞു നിൽക്കുന്നതായ ഒറ്റ ചൈതന്യം. ആ ചൈതന്യത്തിൻ്റെ കാരണജലം മുകളിൽ നിന്ന് ഒഴുകി മഹാദേവൻ്റെ ശിരസിൽ. അത്രയേറെ ഒഴുക്കാണെന്നർത്ഥം കാരണജലത്തിന്. ആ കാരണജലം ലോകം നശിപ്പിക്കാതിരിക്കാനായിക്കൊണ്ട് മഹാദേവൻ തൻ്റെ ശിരസിൽ ഗംഗയായിക്കൊണ്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് പിന്നീട് അത് വടക്കോട്ട് ഒഴുകുമ്പോൾ വടക്കോട്ട് ഉള്ള പ്രയാണം, വടക്കോട്ടാണ് പ്രധാനമായിട്ട് നമുക്കറിയാം ക്രിയകളിലെ വേളി ക്രിയകൾക്കൊക്കെ ശുദ്ധ പുണ്യാഹങ്ങളൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ശുദ്ധതയുടെ പ്രതീകമാണ് വടക്കോട്ടുള്ള യാത്ര. അപ്പോൾ കൈലാസത്തിലേക്കുള്ള ഒരു യാത്ര, അല്ലെങ്കിൽ ബോധത്തിൽ തെളിഞ്ഞു വരുന്നതായ ഈശ്വരന്മാർ എല്ലാം സ്നേഹത്തിൻ്റെ പ്രതീകമായിരിക്കുന്നതായ ഒരൊറ്റ ചൈതന്യം. നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് ചിന്തിക്കുന്നതായ ഈ 12ഓളം സൗരയൂഥങ്ങളിൽ ഒരു സൗരയൂഥത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കറിയാം ഒരു സൗരയൂഥത്തിൽ എന്തുകൊണ്ട് ഈ താരാകാരങ്ങൾ ഒക്കെ മുട്ടാതെ സഞ്ചരിക്കുന്നു. അത് മഹാദേവൻ്റെ അനുഗ്രഹമാണ്. അപ്പം കൂട്ടിമുട്ടാതെ സഞ്ചരിക്കുന്നതായ ഒരു പ്രതീകം. ആ പ്രതീകത്തിൽ ഉള്ളതായ ഈശ്വരൻ പാലാഴിത്തിരമാല 4 പുറവും തട്ടിക്കുടുക്കുമ്പോഴും വേലപ്പന്നടി 2 മാത്ത കുതുകും മെല്ലത്തലവുടുമ്പോഴും പാലിക്കാൻ അമരശിമാർ സ്തുതി കഥാഗീതം പൊഴിക്കുമ്പോഴും ചേലിൽ ചാഞ്ഞു കിടന്നുറങ്ങും ഉടയോടെ അകട്ടയുത്തേതനം പാലാഴിയിൽ പള്ളി കൊണ്ടുവന്നതായ പത്മനാഭസ്വാമി. ഇനിയോ എരുതര വരുന്നവർക്ക് തുരുതര വരുന്ന ചോറ്റാനക്കര കീഴ്ക്കാവിലമ്മ കുരിക്കാട് ശ്രീകൃഷ്ണ ക്ഷേത്രം. കാഞ്ഞൂര് അഞ്ചമ്പലം. ഇവിടുത്തെ എല്ലാ 16 വർഷവും സർവീസിലിരുന്നതായ എല്ലാ ക്ഷേത്ര ചൈതന്യങ്ങളെയും കൊച്ചിൻ ദിവസം പോലിൻ്റെ നമസ്കരിക്കുമ്പോൾ പന്തക്കൽ ഭദ്രകാളി ക്ഷേത്രം, അതിനോട് പടിഞ്ഞാട്ട് ദർശനമായിരിക്കുന്ന മന്തക്കലമ്മ, കിഴക്കോട്ട് ദർശനമായിരിക്കുന്നതായ ശ്രീകൃഷ്ണ ഭഗവാൻ. ഇനിയോ ഗണപതി അവിടെയുണ്ട്, സർപ്പ കാവുകളുണ്ട്. അപ്പോൾ സർവീസിൽ കയറി ഇരുന്നതായ തലപ്പുഞ്ച മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് തുടക്കമിട്ടുകൊണ്ട് പിന്നീട് പെരുമ്പള്ളി നരസിംഹസ്വാമി ക്ഷേത്രം. ഉജ്ജ്വല മുഹൂർത്തങ്ങളോടെ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്ന് പെരുമ്പള്ളി ക്ഷേത്രം. അവിടെ മഹാദേവൻ്റെ നടയിലും അതുപോലെ തന്നെയുള്ള നരസിംഹമൂർത്തിക്കും പൂജ കഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 16 വർഷത്തെ സർവീസിൽ കുരിക്കാട് ക്ഷേത്രം, തലപ്പുഞ്ച മഹാദേവ ക്ഷേത്രം, അതുപോലെ തന്നെ അഞ്ചമ്പലം, കാഞ്ഞൂരമ്പലം. അഞ്ചമ്പലം നമുക്ക് മറക്കാൻ പറ്റില്ല. ശ്രീകൃഷ്ണ ഭഗവാനായിക്കൊണ്ട്, പിന്നീട് ഇടതുവശത്തായിക്കൊണ്ട് ശാസ്താവായിക്കൊണ്ട്, പിന്നീട് എന്നും ധാര കൈക്കൊള്ളുന്നതായ സ്വയംഭൂ മഹാദേവനായിക്കൊണ്ട്, പിന്നീട് ചുറ്റിൽ വരുമ്പോൾ ദുർഗ ആയിക്കൊണ്ട്, പിന്നീട് നമുക്ക് എടുത്ത് ലാളിക്കാനായിട്ടുള്ളതായ ഗോശാല കൃഷ്ണൻ. ഗോശാലകൾ ധാരാളം ഉണ്ടായിരുന്നു, ഗോപൂജകൾ ധാരാളം ഉണ്ടായിരുന്നു. അപ്പം ആ ഗോശാലകൃഷ്ണൻ്റെ മടിയിലേക്ക് നമ്മൾ വീഴുമ്പോൾ നമ്മൾ എന്തായിത്തീരുന്നു? ഗോശാലകൃഷ്ണനായി തന്നെ തീരുന്നു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എത്ര ആൾക്കാർ വരുന്നു എന്നുള്ളതല്ല പ്രശ്നം, അവിടെ ആര് പൂജിക്കുന്നു, ആര് ഡെഡിക്കേറ്റഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അഹങ്കാരത്തിൻ്റെ പ്രതീകമായ നമ്മളുടെയൊക്കെ തലയായ ബലിയെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് വിന്ധ്യാവലി തഥാകർണ്യാണ്. അവിടെ കേട്ടുകൊണ്ട് അവിടെ വിന്ധ്യാവലി കൊടുത്തോളൂ എന്ന് പറഞ്ഞു. നമ്മളൊക്കെയാണ് എന്നെ പറയും, അയ്യോ മുഴുവൻ കൊടുത്തിരുന്നാൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടതെന്ന് ചോദിക്കുക. അങ്ങനെയല്ല. ദാനസ്യ മഹാത്മ്യം പാഠാതയശ്ച നിബോധത എന്ന ഭാഗവതം തുടങ്ങുമ്പോൾ തന്നെ അവസാനിക്കുമ്പോഴും ഒക്കെ പറയുന്നുണ്ട്. സത്യം ഫലം ധീമഹി എന്ന് തുടങ്ങുന്നതായ ശ്രീമദ് ഭാഗവതം, സത്യം ഫലം ധീമഹിയിൽ അവസാനിപ്പിക്കുന്നതായ ശ്രീമദ് ഭാഗവതം. നമ്മളിതാ യോഗക്ഷേമ സഭ അംഗങ്ങളടക്കം എല്ലാവരും അടക്കം ഇന്നലെ 12ാം അധ്യായം നമ്മൾ വായിച്ചതാണ്. ഭവേ ഭവേ യഥാഭക്തി പാതയോ തവ ജായതേ തഥാ കുരുഷ ദേവേശ നാഥസ്ത്വന്നോ യഥ പ്രഭോ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. ഹരിഹരി പാപാനി, പാപങ്ങളെ നശിപ്പിക്കുന്ന എന്തിനേയും നമുക്ക് പറയാം. അത്
എന്തായാലും ദുർഗയായാലും. അപ്പോൾ മണ്ണിലും വിണ്ണിലും തൂളിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിൽ ഉദിക്കുന്നു. കരുണാമയനായി കാവൽ വിളക്കായി കരളിൽ ഉദിക്കാൻ സാധിക്കും. അപ്പോൾ പെരുമ്പള്ളി തേവരൊക്കെ നമ്മൾ ലക്ഷദ്വീപും പ്രവീണ്, അതുപോലെ അവിടുത്തെ മേശാലിവർ, അവിടുത്തെ സുരേഷ്, അവിടുത്തെ ജീവനക്കാർ, അതുപോലെ തന്നെ ജയേഷ്, അതുപോലെ തന്നെ തഹസീൽദാർ ആയിരുന്ന സജീവ് സാറ് ഒക്കെ ഒരുമിച്ച് രാത്രി ഉറക്കൊളിച്ച് നമ്മളിവിടെ പ്രവർത്തിച്ചതാണ്. അപ്പോൾ ബഹുമാന്യനായ പുലിയന്നൂർ ശശിപ്പാട് അദ്ദേഹം 5 തിരിയിട്ട് കൊളുത്തുന്നതായ ഒറ്റ തിരിയിൽ നിന്നും നമ്മളൊക്കെയാവുന്നതായ ഓരോ പ്രതീകങ്ങളായി ലക്ഷദീപം തെളിയുമ്പോൾ ജീവാത്മാവായ നമ്മളെല്ലാം പരമാത്മാവായ മഹാദേവൻ്റെയും നരസിംഹമൂർത്തിയുടെയും നടയിൽ നമസ്കരിക്കുമ്പോൾ നമ്മളൊക്കെ ജീവാത്മാക്കളാണ്. ആ ജീവാത്മാക്കൾ പരമാത്മാവായി ഉയരുമ്പോൾ നമ്മൾ തന്നെയാണ് ഈശ്വരൻ, നമ്മളിൽ തന്നെയാണ് ഈശ്വരൻ, നമ്മളിൽ തന്നെയാണ് ഈ 14 ലോകങ്ങളും നിലനിൽക്കുന്നത് എന്നർത്ഥം. മിഥ്യയായ ഈ ലോകത്ത്, ഇല്ലാത്തതായ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്ന് നമ്മൾ ചിന്തിച്ച് സഞ്ചരിക്കുന്നതായ ഈ ലോകത്ത് നല്ല മഴ ഗോവർദ്ധനഗിരി കുടയാക്കി ഗോപിക രാധയെ സഖിയാക്കിയായ ഭഗവാൻ നമുക്ക് സാധിക്കും. ഗോവർദ്ധനഗിരി ഉയർത്താൻ നമുക്ക് സാധിക്കും. 400-500 ലിറ്റർ പായസം നമുക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിന് നിരന്തരമായ നാമജം, യോഗശക്തി, അതുപോലെ തന്നെ നമുക്കറിയാം ജ്ഞാനമാർഗം അല്ലെങ്കിൽ കർമ്മമാർഗം, ഏത് മാർഗത്തെ സ്വീകരിച്ചാലും ഒരു ഗോവർദ്ധനഗിരി ഉയർത്താൻ നമുക്ക് സാധിക്കും. പൂർണ്ണത്രയീശൻ്റെ കീശാന്തി വേറെ ആരും തൊടാൻ പറ്റില്ല. പൂർണ്ണത്രയീശൻ്റെ കീശാന്തി ഒറ്റയ്ക്കല്ലേ വാർപ്പ് തെക്കണം, വേറെ ആരും തൊടിയിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അവിടുത്തെ ചൈതന്യം അത് കീശാന്തിയായിട്ട് മാറി. അല്ലെങ്കിൽ ഇന്നലെ ഞാൻ പായസം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈശ്വരനായിട്ട് മാറി, അല്ലെങ്കിൽ കൃഷ്ണനായിട്ട് മാറി. അപ്പോൾ അതിന് അഹങ്കാരമില്ലാത്തതുകൊണ്ട് നമുക്ക് സാധിക്കും ഗോവർദ്ധനഗിരി കുടയാക്കി ഗോവർദ്ധനം ഉയർത്താൻ സാധിക്കും. അതുപോലെ തന്നെ 400 ലിറ്റർ പാൽപ്പായസമുള്ള വാർപ്പ് ഒറ്റയ്ക്ക് വാങ്ങാൻ സാധിക്കും. പക്ഷേ അതിന് അഹങ്കാരമില്ലാതെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം. അപ്പം പരിപൂർണമായ ചൈതന്യം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ഈശ്വരനായിട്ട് മാറി 16 ഒരംശം ലോകത്തിനായിക്കൊണ്ട് നമ്മൾ നന്മ ചെയ്തുകൊണ്ട് ലോകത്തിനായി വിതരുമ്പോൾ ബാക്കി ഉള്ളത് മുഴുവൻ ചൈതന്യം മുഴുവൻ ഓരോ ജീവികൾക്കും നമ്മൾ പുറപ്പെടുമ്പോൾ നമ്മളിതാ ഇന്ന് സനാഥർ എന്ന് പറയാം, അനാഥർ എന്ന് പറയാൻ പാടില്ല. എന്നിരുന്നാൽ പോലും ഒരാഴ്ചത്തേക്കുള്ള ആഹാര പദാർത്ഥങ്ങൾ, കിറ്റുകൾ, പായസങ്ങൾ, ഇന്ന് ഉപയോഗിക്കാനുള്ള പായസമടക്കം ഒരാഴ്ചക്കുള്ള അരി, പയർ വർഗ്ഗങ്ങൾ, അതുപോലെ മഞ്ഞപ്പൊടി, അതുപോലെയുള്ള സകലവിധ സാധനങ്ങളും ഇന്ന് വൈകുന്നേരത്തോടുകൂടി അവർക്ക് എത്തിക്കേണ്ടതുണ്ട്. 9605139916 എന്ന നമ്പറിലേക്ക് 1 രൂപയോ 1000 രൂപ വരെയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായ രസീത് നമ്മൾ തരും. അതിന് കൃത്യമായ റിപ്പോർട്ടുകൾ, ഏതൊക്കെ ദേശങ്ങളിലേക്കാണ് നമ്മൾ എത്തിച്ചത് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവുകൾ തരും. നമുക്ക് മാത്രം പോരല്ലോ, ഒരുപാട് കഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് എവിടെ ലോകം മുഴുവൻ ഇന്ന് ഓണം ആഘോഷിക്കുന്നു. ആഫ്രിക്കയിൽ പോലും ഓണം ആഘോഷിക്കുന്ന ലിങ്ക് ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോകം മുഴുവൻ ഓണം ആഘോഷിക്കുമ്പോൾ അർഹതപ്പെട്ടവർക്ക് ഒരു നേരത്തെ ആഹാരം, ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണം നമുക്ക് എത്തിക്കണം. അതിന് ഒരു നാണയം അല്ലെങ്കിൽ 1000 രൂപ വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഈ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യാം. നമുക്ക് മാത്രമല്ലോ, അവർ മുന്നോട്ടേ ഓണം ഓരോ സഹജീവികളടക്കം, ഓരോ പുൽക്കൊടിയടക്കം, ഓരോ ഉറുമ്പിനടക്കം ഇന്ന് ഭക്ഷണം കൊടുക്കുമ്പോൾ തലപ്പുഞ്ച വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാറ്റി വയ്ക്കും. ഉറുമ്പിനടക്കം അവിടുത്തെ പക്ഷികൾക്കടക്കം നമുക്ക് ഭക്ഷണം കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഓരോ ജീവികളടക്കം, ഓരോ മനുഷ്യരടക്കം, ഓരോ വ്യക്തികളടക്കം ഓണം ഉണ്ണട്ടെ. അവരെല്ലാവരും ഈശ്വരന്മാരാണെന്നർത്ഥം. എല്ലാവരും ഈശ്വരന്മാരാണ്. ലോകത്തിലെ ചൈതന്യങ്ങൾ മുഴുവൻ ഈശ്വരന്മാരാണ്, അല്ലെങ്കിൽ ഈശ്വരികളാണ്. എല്ലാവരും ഓണം ഉണ്ണട്ടെ. ഇന്നൊരു ദിവസം നമ്മളോടൊപ്പം നമ്മൾ ദൂരം ഭക്ഷണം വേസ്റ്റാക്കുന്നു, അതിനൊപ്പം തന്നെ അവർക്കും ഓണം ഉണ്ണാനുള്ള സഹകരണം ഉണ്ടാവണം. നിർബന്ധിക്കണില്ല. പറ്റുന്ന തുക 9605139916 എന്ന നമ്പറിലേക്ക് അയക്കൂ. എല്ലാവരും ലോകം മുഴുവനും ഓണം ഉണ്ണട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.